എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കാർബണിൻ്റെ അലോട്രോപ്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്റ്റലൈൻ അലോട്രോപ്സ്, ക്രിസ്റ്റലൈൻ രൂപാന്തരങ്ങളെ കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാൻ പോകുന്ന അമോർഫസ് അലോട്രോപ്സ് ആണ്, അതായത് അമോർഫസ് രൂപാന്തരങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അമോർഫസ് രൂപാന്തരങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത് ഖരപദാർത്ഥങ്ങളാണ്. അതിന് പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും ഉണ്ടായിരിക്കില്ല, പ്രത്യേകിച്ച് ഘടനയൊന്നും കാണില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വുഡ് ചാർക്കോള്, അല്ലെങ്കിൽ കോള്, കൽക്കരി, അതൊക്കെ ഉണ്ടല്ലോ, കോള്, കൽക്കരി, കോക്ക്, അതുപോലെ തന്നെ നമ്മുടെ വിളക്ക് കരിയൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്ത് എക്സാമ്പിളാണ്? അമോർഫസ് അലോട്രോപ്സിന് എക്സാമ്പിളാണ്. നോക്കാം കേട്ടോ. അമോർഫസ് അലോട്രോപ്സ് ആർ സബ്സ്റ്റൻസ് ദാറ്റ് ഡു നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചർ. കേട്ടോ, നിയതമായ ക്രിസ്റ്റൽ ഘടന ഇല്ലാത്ത പദാർത്ഥങ്ങളാണ് അമോർഫസ് രൂപാന്തരങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്തൊക്കെയാണ്? ചാർക്കോള്, കോക്ക്, ലാംബ്ലാക്ക്, കോള്, കേട്ടോ, ഇതൊക്കെ എന്താണ് എക്സാമ്പിളാണ് കേട്ടോ. ചാർക്കോള്, കോക്ക്, വിളക്ക് കരി, കേട്ടോ, കൽക്കരി എന്നിവ എന്താണ് കാർബണിൻ്റെ വ്യത്യസ്ത അമോർഫസ് രൂപാന്തരങ്ങളാണ്. ക്ലിയർ ആയല്ലോ? ഇനി കാർബണിൻ്റെ സംയുക്തങ്ങൾ. നമുക്കറിയാം കാർബണിന് പല പല സംയുക്തങ്ങളുണ്ട്. ഏതൊക്കെയാണ് അറിയാവുന്ന സംയുക്തങ്ങൾ? ഏതൊക്കെയാണ്? ഏറ്റവും നല്ലോണം അറിയാവുന്ന ഒരു സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ച് അറിയാം, കാർബൺ മോണോക്സൈഡിനെ കുറിച്ച് അറിയാം, പിന്നെന്താണ് സോഡിയം കാർബണേറ്റ്, അല്ലേ, സോഡിയം കാർബണേറ്റ്, അതുപോലെ തന്നെ കാൽസ്യം കാർബണേറ്റ് ഉണ്ട്, പിന്നെന്താണ് ഷുഗർ, ഇല്ലേ, ഷുഗർ ഉണ്ട്, പിന്നെ എന്താണ് അറിയാതെ H2CO3, ഇല്ലേ, ഇതൊക്കെ എന്താണ് കാർബണിൻ്റെ സംയുക്തങ്ങളാണ്, കാർബണിൻ്റെ കോമ്പൗണ്ടുകളാണ്. മനസ്സിലായല്ലോ? ഇതിൽ കാർബണും ഓക്സിജനും മാത്രമുള്ള കോമ്പൗണ്ട് ഏതാണ്? കാർബണും ഓക്സിജനും മാത്രം ചേർന്നിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും, കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും മാത്രമാണ് കാർബണും ഓക്സിജനും ചേർന്ന്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ കാർബണേറ്റുകളാണ് കേട്ടോ. സോഡിയം കാർബണേറ്റിൻ്റെ കാർബണേറ്റുകളാണ്. അപ്പോൾ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് കാർബണും ഓക്സിജനും ചേർന്ന സംയുക്തങ്ങളെ കുറിച്ചാണ്. കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡും. മനസ്സിലായല്ലോ? അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം കാർബൺ ഡൈ ഓക്സൈഡ്. നമുക്കറിയാം കാർബൺ അല്ലെങ്കിൽ കാർബണിൻ്റെ ഏതെങ്കിലും കോമ്പൗണ്ടുകളൊക്കെ എന്താണ് കത്തുമ്പോൾ വായുവിലുണ്ടാകുന്ന പ്രധാന സംയുക്തം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലേ. എന്തെങ്കിലും കാർബണിൻ്റെ സംയുക്തങ്ങളൊക്കെ കത്തുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്, ഇല്ലേ. ഇവിടെ നോക്കിയേ. ഇനി നമുക്ക് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് നമ്മൾ പരീക്ഷണശാലയിൽ നിർമ്മിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഉണ്ടല്ലോ റൗണ്ട് ഫ്ലാസ്ക് എടുത്തു, റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് എന്താണ് ആഡ് ചെയ്ത്? കാൽസ്യം കാർബണേറ്റ്, കേട്ടോ, CaCO3, കാൽസ്യം കാർബണേറ്റ് അതിലേക്ക് ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് എന്താ ആഡ് ചെയ്തു? ഡയലൂട്ട് ആയിട്ടുള്ള HCl ആഡ് ചെയ്തു. ഇവിടുത്തെ റിയാക്റ്റൻസ് ഏതൊക്കെയാണ്? വാട്ട് ആർ ദ റിയാക്റ്റൻസ് യൂസ്ഡ് ഹിയർ? കാൽസ്യം കാർബണേറ്റ്, കാൽസ്യം കാർബണേറ്റും എന്താണ് ഡയലൂട്ട് HClഉം ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഇവിടുത്തെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയാവുകയാണെങ്കിൽ ഞാൻ നോക്കിയേ, ഈ കാൽസ്യം കാർബണേറ്റിലേക്ക് ഡയലൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ ഇവിടെ എന്താ ഉണ്ടായിട്ടുണ്ട്? അവിടെ ഒരു ഗ്യാസ് ഉണ്ടായിട്ടുണ്ട്. ആ ഗ്യാസ് കളക്ട് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു ജാർ വെച്ചിട്ടുണ്ട്. അവിടെ ഉണ്ടായ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവിടെ ഉണ്ടായത്. ഇവിടെ ഉണ്ടായത് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. റിയാക്ഷൻ നോക്കിയേ. കാൽസ്യം കാർബണേറ്റ് HCl ആഡ് ചെയ്തു. എന്തൊക്കെ ഉണ്ടായി? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടാകുന്നുണ്ട്. അവിടെ എന്താണ്? H2O വാട്ടർ ഉണ്ടാകുന്നുണ്ട്. കൂടാതെ എന്താണ് ഉണ്ടാകുന്നത്? ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡും ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പരീക്ഷണശാലയിൽ നിർമ്മിക്കുന്നത്. ക്ലിയർ ആയല്ലോ? കാൽസ്യം കാർബണേറ്റിലേക്ക് ഡയലൂട്ട് HCl ആഡ് ചെയ്തു. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ ഗ്യാസ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടായെന്ന് പറഞ്ഞു, പക്ഷേ ഇത് ഉണ്ടായത് കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അതിനുവേണ്ടി ഒരു എക്സ്പെരിമെൻറ്റ് നമ്മൾ ചെയ്യാണ്. ഒരു ടെസ്റ്റ് ട്യൂബിലോട്ട്, ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ ലൈം വാട്ടർ എടുക്കുക. ലൈം വാട്ടർ എന്ന് വെച്ചാൽ എന്താണ്? ചുണ്ണാമ്പ് വെള്ളം. ലൈം വാട്ടർ എന്ന് പറഞ്ഞാൽ ചുണ്ണാമ്പ് വെള്ളമാണ് കേട്ടോ. ചുണ്ണാമ്പ് വെള്ളം നമ്മൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എടുത്തു കേട്ടോ. ഒരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എടുത്തു. അതിലേക്ക് ആ ഉണ്ടായ ഗ്യാസിനെ നമ്മൾ കടത്തി വിടുവാണ്. ഇവിടെ ഉണ്ടായ ഗ്യാസ് ഉണ്ടല്ലോ, ഉണ്ടായ ഗ്യാസ് ഏതാണ്? ആ ഉണ്ടായ ഗ്യാസിനെ നമ്മളിങ്ങോട്ട് കടത്തി വിട്ടു. മനസ്സിലായല്ലോ? അപ്പോൾ ഈ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം എന്തായിട്ട് മാറുന്നുണ്ട്? ഒരു മിൽക്കി ഇതിലായിട്ട് മാറുന്നുണ്ട്. ഒരു മിൽക്കി ടെക്സ്ചറിലേക്ക് മാറുന്നുണ്ട്. പാൽ നിറത്തിലേക്ക്, അല്ലെങ്കിൽ പാൽ പോലെ ആവുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടായെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം നമ്മൾ കടത്തിവിട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പം കാൽസ്യം കാർബണേറ്റും ഡയലൂട്ട് HClഉം കൂടെ ആടി മിക്സ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ ഒരു വാതകം ഉണ്ടായി. ആ വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണോ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി എന്തെടുത്തു? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം അല്ലെങ്കിൽ ലൈം വാട്ടർ എടുത്തു. അതിലേക്ക് ആ ഗ്യാസിനെ കടത്തിവിട്ടു. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഈ തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം മിൽക്കി, ഇത് പാൽ നിറമാകുന്നുവെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ കടത്തിവിട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ്, ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉണ്ടായത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്.
ക്ലിയർ ആയല്ലോ? ഞാൻ നോക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ കാൽസ്യം കാർബണേറ്റ് ആൻഡ് ഡൈലൂട്ട് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് വിത്ത് ഈച്ച് അതർ. ക്ലിയർ ആയല്ലോ? വെൻ ദിസ് ഗ്യാസ് ഈസ് പാസ്ഡ് ത്രൂ ലൈം വാട്ടർ കേട്ടോ, ഇറ്റ് ടേൺസ് മിൽക്കി. ക്ലിയർ ആയല്ലോ? അപ്പോൾ എന്താണ്, കാൽസ്യം കാർബണേറ്റും നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലഭിക്കുന്നു. ഈ വാതകം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിട്ടാൽ ചുണ്ണാമ്പ് വെള്ളം എങ്ങനെയായിട്ട് മാറുന്നുണ്ട്? പാൽ നിറമാവുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് അവിടെ ഉണ്ടായത്. എന്താണ് ഉണ്ടായ വാതകം അല്ലേ? ഉണ്ടായ വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ എങ്ങനെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്? കാൽസ്യം കാർബണേറ്റും ഡൈലൂട്ട് HCl അല്ലേ, ഡൈലൂട്ട് HCl കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാകുന്നുണ്ട്? ഉണ്ടായ വാതകം അല്ലേ? ഉണ്ടായ വാതകം എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡാണ്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ എന്താണ് ലൈം വാട്ടർ അല്ലേ, ലൈം വാട്ടറിലേക്ക് കടത്തി വിടുവാണ്. ലൈം വാട്ടർ അല്ലെങ്കിൽ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കടത്തി വിടുമ്പോൾ ആ ചുണ്ണാമ്പ് വെള്ളം എന്തായിട്ട് മാറുന്നുണ്ട്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളം ആയിരിക്കണം കേട്ടോ. അതെന്തായിട്ട് മാറുന്നുണ്ട്? മിൽക്കി ആയിട്ട് മാറുന്നുണ്ട്, പാൽ നിറമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ആവുകയാണെങ്കിൽ നമുക്ക് പറയാം അവിടെ കടത്തിവിട്ട വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. ഇങ്ങനെയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഇനി ഈ കാർബൺ ഡൈ ഓക്സൈഡ് നമുക്കറിയാം, കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ പുറത്തേക്ക് വിടുന്ന വാതകമാണല്ലോ, നമുക്ക് ആവശ്യമില്ലാത്ത വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനും നമ്മൾ പുറത്തേക്ക് വിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. അങ്ങനെയുള്ള ഈ കാർബൺ ഡൈ ഓക്സൈഡിന് ചില ഉപയോഗങ്ങളും ഉണ്ട്. അപ്പോൾ ഉപയോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നോക്കിയേ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ, ഏത് അഗ്നിശമനങ്ങളിലെ തീ കെടുത്താനൊക്കെ ഉപയോഗിക്കുന്നു, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടു മേക്ക് സോഡാ വാട്ടർ ആൻഡ് സോഫ്റ്റ് ഡ്രിങ്ക്, സോഡാ വാട്ടർ ഉണ്ടാക്കാം അല്ലേ, സോഡാ വാട്ടറും സോഫ്റ്റ് ഡ്രിങ്കും ഒക്കെ ഉപയോഗിക്കാം. ഹൈ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് കടത്തിടുമ്പോൾ അല്ല സോഡാ വാട്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇൻ ദ മാനുഫാക്ചർ ഓഫ് വാഷിംഗ് സോഡ, അലക്കുകാരം, അപ്പക്കാരം, ഇതിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഇൻ ദ മാനുഫാക്ചർ ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ലൈക്ക് യൂറിയ പോലെയുള്ള രാസവളങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. മനസ്സിലായല്ലോ? ഇനി വേറെ ഉപയോഗം എന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കൃത്രിമ ശ്വാസോച്ഛ്വാസം കൊടുക്കുകയല്ലേ, മാസ്ക് വെച്ച് കൊടുക്കുകയല്ലേ, അത് കൊടുക്കുന്നത് എന്താണ്? കാർബോജൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുവാണ്. ഈ കാർബോജൻ എന്ന് പറഞ്ഞാൽ അതിൽ 95% ഓക്സിജനും 5% കാർബൺ ഡൈ ഓക്സൈഡുമാണ്. നമ്മൾ ശ്വാസം കിട്ടാതെ വരുമ്പോൾ ഹോസ്പിറ്റലുകാർ കൊടുക്കുന്ന ഇതുണ്ടല്ലോ, ഓക്സിജൻ ഉണ്ടല്ലോ, അതിലാണ് 95% ഓക്സിജനും 5% കാർബണുമാണ്. അത് അറിയപ്പെടുന്നത് കാർബോജൻ എന്നാണ് അറിയപ്പെടുന്നത്. അതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ സ്റ്റേജ് ഷോ ഒക്കെ നടക്കാൻ നിന്ന് പുക വരുന്നത്, അതും കാർബൺ ഡൈ ഓക്സൈഡാണ്. പക്ഷെ അതെങ്ങനെയുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്? ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ്. അതിനെ നമ്മൾ ഡ്രൈ ഐസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. Solid carbon dioxide is also known as dry ice. It is used to create smoky effect in stage shows. സ്റ്റേജ് ഷോസിലൊക്കെ സ്മോക്കി എഫക്റ്റ് വരാൻ വേണ്ടി ഈ നമ്മൾ എന്താണ് ഖരരൂപത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ക്ലിയർ ആയാലോ? അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. എവിടേക്കാണ്? ഫയർ എക്സ്റ്റിങ്ക്യൂഷനിൽ ഉപയോഗിക്കുന്നുണ്ട്, സോഫ്റ്റ് ഡ്രിങ്കിൽ ഉപയോഗിക്കുന്നുണ്ട്, വാഷിംഗ് സോഡ, ബേക്കിംഗ് സോഡ, അപ്പക്കാരം, അലക്കുകാരം കേട്ടോ, അലക്കുകാരം, അപ്പക്കാരം അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? കാർബോജൻ. ഇവിടെ എങ്ങനെയാണ്? 95% ഓക്സിജനും പിന്നെ എന്താണ് 5% കാർബൺ ഡൈ ഓക്സൈഡുമാണ് ഇവിടെ കേട്ടോ. എവിടെ? കാർബോജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ രാസവളങ്ങൾ, യൂറിയ പോലെയുള്ള രാസവളങ്ങൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സ്റ്റേജ് ഷോസിലൊക്കെ കണ്ടില്ലേ പുക, സ്റ്റേജ് ഷോസിലൊക്കെ പുക വരാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡാണ്. സോളിഡ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡിന് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഡ്രൈ ഐസ് എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ, ഡ്രൈ ഐസ്. മനസ്സിലായല്ലോ? അപ്പോൾ ദീസ് ആർ ദ യൂസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന് അനവധി ഉപയോഗങ്ങളുമുണ്ട്, മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. അപ്പോൾ കാർബണിൻ്റെ ഒരു സംയുക്തം നമ്മൾ കണ്ടു, കാർബണും ഓക്സിജനും ചേർന്ന ഒരു സംയുക്തം കണ്ടു ഇല്ലേ. ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ്, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ചില പ്രോപ്പർട്ടീസ് നമ്മളുണ്ട്, അതെന്തൊക്കെയാണ്? സവിശേഷതകൾ നോക്കാം. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ്? കളറുണ്ടോ? ഇല്ല, കളർലെസ് ആണ്. ഇല്ല, നിറമില്ല എന്ന് പറയാം. കാർബൺ ഡൈ ഓക്സൈഡിന് നിറമില്ല. ഇനി ജ്വലനത്തിന് സഹായിക്കുന്നുണ്ടോ? ഇല്ല, ജ്വലനം കെടുത്താൻ വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. അതായത് ഡസ് നോട്ട് ഹെൽപ്പ് കമ്പസ്റ്റൻ, ജ്വലന സഹായിയല്ല. ഇനി മണമുണ്ടോ? ഓർഡർലെസ് ആണ്, മണമില്ല, ഗന്ധമില്ല. ഇനി സാന്ദ്രത, ഡെൻസിറ്റി എങ്ങനെയാണ്? ഡെൻസർ ദാൻ എയർ, വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് കേട്ടോ. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണ് ആർക്ക്? കാർബൺ ഡൈ ഓക്സൈഡിന്. മനസ്സിലായല്ലോ? ഇനി അക്വ സൊല്യൂഷനിൽ അത് അസിഡിക് ആണ് കേട്ടോ, അക്വ സൊല്യൂഷൻ അത് അസിഡിക്കുമാണ്. ദീസ് ആർ ദ മെയിൻ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സവിശേഷതകൾ പഠിക്കണം കേട്ടോ.
അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ കാർബണിൻ്റെ സംയുക്തങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടായിരുന്നു. കാർബണും ഓക്സിജനും ചേർന്ന സംയുക്തങ്ങൾ ഒരു സംയുക്തമാണ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെ നിർമ്മിക്കാമെന്ന് നമ്മൾ കണ്ടു. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഉപയോഗങ്ങൾ നമ്മൾ കണ്ടു. കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമ്മൾ കണ്ടു. ഇല്ല, അതുപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസും കണ്ടു. മനസ്സിലായല്ലോ. ഇനി കാർബണും ഓക്സിജനും ചേർന്ന മറ്റൊരു കാർബണിൻ്റെ സംയുക്തമാണ് ഏതാണ്? കാർബൺ മോണോക്സൈഡ്. കാർബൺ മോണോക്സൈഡ്. എന്താണ് കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? കാർബൺ മോണോക്സൈഡ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? നമ്മൾ കത്തിക്കുമ്പോൾ, ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് കൂടുതലും കേട്ടോ, കാർബണിൻ്റെ അളവ് കൂടുതലും ഓക്സിജൻ്റെ അളവ് കുറവുമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന എന്തായിരിക്കും? കാർബൺ മോണോക്സൈഡ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ. നമ്മൾ കത്തുമ്പോൾ, സാധനങ്ങളൊക്കെ കത്തുമ്പോൾ അവിടെ കാർബണിൻ്റെ അളവ് കൂടുതലും ഓക്സിജൻ്റെ അളവ് കുറവുമാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്ന വാതകം. ഈ കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞാൽ ഹൈലി ഡേഞ്ചറസ് അല്ലെങ്കിൽ പോയിസണസ് ആയിട്ടുള്ള ഒരു ഗ്യാസാണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതാ നോക്കുക. ഡ്യൂറിങ് കമ്പസ്റ്റൻ ഇഫ് ദി എമൗണ്ട് ഓഫ് കാർബൺ ഈസ് വെരി ഹൈ ഓർ ദാറ്റ് ഓഫ് ഓക്സിജൻ ഈസ് ലോ, കാർബണിൻ്റെ അളവ് കൂടുതലും ഓക്സിജൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. ശേഷം നോക്കിയേ, 2C+O2 gives 2CO. കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. കാർബൺ മോണോക്സൈഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പോയിസണസ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്, ഒരു വിഷവാതകമാണ്. ക്ലിയർ ആയല്ലോ. ജ്വലനം നടക്കുമ്പോൾ കാർബണിൻ്റെ അളവ് വളരെയധികം കൂടുകയോ ഓക്സിജൻ്റെ അളവ് കുറയുകയോ ചെയ്താൽ നടക്കുന്ന പ്രവർത്തനത്തിൻ്റെ രാസസമവാക്യമാണ്. അവിടെ ഉണ്ടായ വാതകം ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. എന്തെങ്കിലും വസ്തുക്കളൊക്കെ കത്തിക്കുമ്പോഴേ കാർബണിൻ്റെ അളവ് നല്ലോണം ഉണ്ട്, ഓക്സിജൻ്റെ അളവ് കുറവാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഗ്യാസ് ഏതാണ്? കാർബൺ മോണോക്സൈഡ് ആണ്. ആ കാർബൺ മോണോക്സൈഡ് വളരെയധികം പോയിസണസ് ആണ്. അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ കേട്ടിട്ടുണ്ടായിരിക്കും മരണത്തിന് വരെ കാരണമാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ശ്വസിച്ച് കഴിഞ്ഞാൽ മരണത്തിന് വരെ കാരണമാകുന്നത്? ഈ ഉണ്ടായ കാർബൺ മോണോക്സൈഡ്, ഇപ്പം വസ്തുക്കളൊക്കെ കത്തിക്കുമ്പോൾ കൂടുതൽ അളവ് കാർബണും കുറഞ്ഞ അളവ് ഓക്സിജനും ആണെങ്കിൽ അവിടെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞു. ഈ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? അത് നമ്മുടെ ബ്ലഡുമായിട്ട് റിയാക്ട് ചെയ്യും, നമ്മുടെ രക്തവുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട്. കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ അത് അബ്സോർവ് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലാകുന്നല്ലോ. അല്ലെങ്കിൽ ഓക്സിജനെ കൂടുതൽ ക്യാരി ചെയ്യാൻ സാധിക്കില്ല ബ്ലഡിന്. ശരിയല്ലോ. അപ്പം എന്ത് സംഭവിക്കും? മരണം സംഭവിക്കും. ഓക്സിജൻ ആവശ്യത്തിന് എന്നില്ല എന്നുണ്ടെങ്കിൽ മരണം, ബ്ലഡിൽ ആവശ്യത്തിന് ഓക്സിജൻ എന്നില്ലെങ്കിൽ മരണം സംഭവിക്കുമല്ലേ? അതാണ് സംഭവം. അപ്പം എന്താണ്? കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിച്ച് എന്തെങ്കിലുണ്ടല്ലോ കാർബൺ മോണോക്സൈഡ് അത് ബ്ലഡിലെ അല്ലേ HB ആയിട്ട് ജോയിൻ ചെയ്ത് അവിടെ എന്തുണ്ടാകുന്നുണ്ട്? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട്. അത് നോർമലി 0.5% ലെസ് ദാൻ ആണ് ഉണ്ടാകുന്നത്. അത് വലിയ പ്രശ്നമില്ല. പക്ഷെ കൂടുതൽ അളവിൽ, ഹൈ അളവിൽ ചെന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മരണം വരെ സംഭവിക്കും. അതിന് കാരണം എന്താണ്? ബ്ലഡിൽ ഓക്സിജനെ വഹിക്കാനുള്ള കപ്പാസിറ്റി അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ നോക്കുക. കാർബൺ മോണോക്സൈഡ് കണ്ടോ, കാർബൺ മോണോക്സൈഡ് റിയാക്ട്സ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ആൻഡ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നുണ്ട്. ആസ് എ റിസൾട്ട് ദ കപ്പാസിറ്റി ഓഫ് ബ്ലഡ് ടു ക്യാരി ഓക്സിജൻ ഈസ് ഡിക്രീസ്ഡ്. അതിൻ്റെ ഫലമായിട്ട് എന്താണ്? രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള അതിൻ്റെ ഫലമായിട്ട് രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിനിടയാവുകയും ചെയ്യുന്നു. മനസ്സിലാക്കട്ടെ. കാർബൺ മോണോക്സൈഡ് രക്തത്തിലെ ഹീമോഗ്ലോബിനുമായിട്ട് പ്രവർത്തിച്ച് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നു. അതുമൂലം രക്തത്തിന് ഓക്സിജനെ വഹിക്കാനുള്ള കഴിവ് കുറയുകയും മരണത്തിന് ഇടയാവുകയും ചെയ്യുന്നു. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് വേണം നമ്മൾ വസ്തുക്കളൊക്കെ കത്തിക്കുമ്പോൾ. കാർബണിൻ്റെ അളവ് കൂടുതലാവുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്താൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. അത് നമ്മൾ ശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ എന്താണ്? കാർബോക്സി ഹീമോഗ്ലോബിൻ ജനറേറ്റ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ബ്ലഡിന് ഓക്സിജനെ വഹിക്കാനുള്ള കപ്പാസിറ്റി അവിടെ കുറയും. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് അപകടം സംഭവിക്കും. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നത് വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഗ്യാസാണ്. അതുകൊണ്ടാണ് കൂടുതൽ കാർബൺ വസ്തുക്കളൊന്നും നമ്മൾ കത്തിക്കരുതെന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ കാർബണിൻ്റെ 2 സംയുക്തങ്ങൾ നമ്മൾ കണ്ടു. കാർബണും ഓക്സിജനും ചേർന്നത്, അതായത് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും കേട്ടോ. മനസ്സിലാക്കുക, പഠിക്കുക കേട്ടോ. കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും. ക്ലിയർ ആയല്ലോ, മനസ്സിലായല്ലോ. ഇനി ഈ കാർബൺ മോണോക്സൈഡിന് ചില യൂസസുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് കാർബൺ മോണോക്സൈഡ് യൂസ്ഡ് ആസ് എ ഗേഷ്യസ് ഫ്യൂവൽ, വാതക ഇന്ധനമായിട്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. വാതക ഇന്ധനമായിട്ട്
പിന്നെന്താണ് ടു പ്രൊഡ്യൂസ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ലൈക്ക് വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. അതായത് കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ച് അവിടെ വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞിരിക്കുന്ന സംയുക്തം ഉണ്ടാകുന്നുണ്ട്, ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡ് നൈട്രജനുമായിട്ട് പ്രവർത്തിച്ച് അവിടെ എന്തുണ്ടാകുന്നുണ്ട്, പ്രൊഡ്യൂസർ ഗ്യാസും ഉണ്ടാകുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. പിന്നെ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? ആസ് എ റെഡ്യൂസിങ് ഏജന്റ് ഇൻ മെറ്റലർജി. ലോഹനിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായിട്ട്. ലോഹനിർമ്മാണ പ്രക്രിയയുണ്ട്, അതിലെന്താണ് നിരോക്സീകാരിയായിട്ട് കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ യൂസസ് ഓഫ് കാർബൺ മോണോക്സൈഡ് പഠിക്കുക കേട്ടോ. ഗേഷ്യസ് ഫ്യൂലായിട്ട് വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, വാട്ടർ ഗ്യാസ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്, പ്രൊഡ്യൂസർ ഗ്യാസ് നിർമ്മിക്കാനും ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ കാർബണേറ്റുകളെ കുറിച്ചും ബൈകാർബണേറ്റുകളെ കുറിച്ചാണ്. അപ്പോൾ കാർബണിൻ്റെ സംയുക്തങ്ങൾ നമ്മൾ കണ്ടു. കാർബണിൻ്റെ സംയുക്തങ്ങൾ കാർബൺ ഓക്സൈഡും ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതുപോലെ തന്നെ കാർബൺ മോണോക്സൈഡുമാണ്. പിന്നെ കാർബണിൻ്റെ മറ്റ് സംയുക്തങ്ങളാണ് കാർബണേറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സോഡിയം കാർബണേറ്റ് ഉണ്ട്, കാൽസ്യം കാർബണേറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കാം കേട്ടോ. അതർ കോമ്പൗണ്ട്സ് കണ്ടെയ്നിങ് കാർബൺ ആർ കാർബണേറ്റ്സ് ആൻഡ് ബൈകാർബണേറ്റ്സ്. എക്സാമ്പിൾ വാഷിംഗ് സോഡ, അലക്കുകാരം, മാർബിൾ, ഇതൊക്കെ എന്താണ്? കാർബണിൻ്റെ മറ്റ് സംയുക്തങ്ങളാണ്. ക്ലിയർ ആയല്ലോ. കാർബോണിക് ആസിഡിൻ്റെ ലവണങ്ങളാണ് കാർബണേറ്റുകളും ബൈകാർബണേറ്റും. കാർബോണിക് ആസിഡ് ഉണ്ടല്ലോ, കാർബോണിക് ആസിഡിൻ്റെ H2CO3 നമ്മൾ കണ്ടായിരുന്നു, കാർബണിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. ദെൻ അതിൻ്റെ ലവണങ്ങളാണ് ഈ കാർബണേറ്റുകളും ബൈകാർബണേറ്റുകളും. അപ്പോൾ അതും കൂടെ നമുക്ക് നോക്കാം. ഇതിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് ഈ കാർബണേറ്റുകളെ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. കാർബണേറ്റുകളെ ആണെന്ന് നമുക്ക് എങ്ങനെ, അല്ലെങ്കിൽ കാർബണിൻ്റെ സംയുക്തങ്ങളാണ് നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം. നോക്കുക. ആഡ് ബേരിയം ക്ലോറൈഡ് സൊല്യൂഷൻ ടു എ ഗിവൺ സോൾട്ട് സൊല്യൂഷൻ. ഒരു കാർബണേറ്റ് സൊല്യൂഷൻ നമ്മൾ എടുത്തു, അതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അങ്ങനെ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ അവിടെ ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കേട്ടോ, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, അതായത് വെളുത്ത അവക്ഷിപ്തം. വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വെളുത്ത അവക്ഷിപ്തം അവിടെ ഉണ്ടായെന്ന് വിചാരിച്ചു. വെളുത്ത അവക്ഷിപ്തം അവിടെ ഉണ്ടായി. ആ വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് നമ്മൾ ഡൈലൂട്ട് HCl ആഡ് ചെയ്തു. ക്ലിയർ ആയല്ലോ. അപ്പോൾ ആ ഉണ്ടായ വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് നമ്മൾ ഡൈലൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ അത് സോലുബിളായി. അത് ലയിച്ചെങ്കിൽ നമുക്ക് എന്ത് പറയാം? കാർബണേറ്റുകളാണെന്ന് നമുക്ക് പറയാം. മനസ്സിലായല്ലോ. നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് നമ്മൾ എന്താണ് ഒരു സോൾട്ട് സൊല്യൂഷൻ എടുത്തു, അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്തു? ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. അങ്ങനെ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തപ്പോൾ അവിടെ എന്താണ്? ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ്, ഒരു വെളുത്ത അവക്ഷിപ്തം ഉണ്ടായി. മനസ്സിലായല്ലോ. ആ വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് നമ്മൾ ഡയലൂട്ടായിട്ടുള്ള HCl ആഡ് ചെയ്തു. ഡയലൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ അതെന്ത് സംഭവിച്ചു? അത് സോലുബിളായി, അത് അവിടെ ലയിച്ചെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അവിടുത്തെ ആ ലവണം എന്താണ്? ആ സോൾട്ട് സൊല്യൂഷൻ ഏതാണ്? കാർബണേറ്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് നമ്മൾ കാർബണേറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ. ഇതൊന്ന് ഓർത്തിരുന്നോളൂ കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഹൗ ടു ഐഡൻറ്റിഫൈ ദ കാർബണേറ്റ് സോൾട്ട്. കാർബണേറ്റ് സോൾട്ടുകളെ നമുക്ക് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? ക്ലിയർ ആയല്ലോ. സോൾട്ട് സൊല്യൂഷൻ എടുക്കുക, അതിലേക്ക് നമ്മൾ ബേരിയം ക്ലോറൈഡ് ആഡ് ചെയ്തു. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഉണ്ടാവും. ആ വൈറ്റ് പ്രസിപ്പിറ്റേറ്റിലേക്ക്, അതായത് വെളുത്ത അവക്ഷിപ്തത്തിലേക്ക് നമ്മൾ ഡൈലൂട്ട് HCl ആഡ് ചെയ്തപ്പോൾ അത് സോലുബിളായി, അത് ലയിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ഇത്രയൊന്നും കണ്ടത്? കാർബൺ അല്ലേ, കാർബണിൻ്റെ സംയുക്തങ്ങൾ കണ്ടു. അതായത് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, അതുപോലെ തന്നെ കാർബണേറ്റുകളും കണ്ടു. മനസ്സിലായല്ലോ. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കാർബണേറ്റുകളെ നമ്മൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം പഠിക്കുക കേട്ടോ. ഇതാ ടെക്സ്റ്റ് ബുക്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വാഷിംഗ് സോഡ ഏതാണ്ട് മാച്ച് ചെയ്യുന്നതായത് Na2CO3 അല്ലേ. വാഷിംഗ് സോഡ എന്ന് പറയുമ്പോൾ എന്താണ്? Na2CO3 10H2 ആണ് വാഷിംഗ് സോഡ എന്ന് പറഞ്ഞിരിക്കുന്നത്. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും നമ്മൾ കണ്ടായിരുന്നു അല്ലേ. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? വാട്ടർ ഗ്യാസ് ആണ് അവിടെ ഉണ്ടാകുന്നത്. വാട്ടർ ഗ്യാസ് അല്ലേ, വാട്ടർ ഗ്യാസ് ആണ് ഇവിടെ ഉണ്ടാകുന്നത്. ഓർത്തണം കേട്ടോ. വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും. കാർബൺ മോണോക്സൈഡും നൈട്രജനും ആണെങ്കിൽ പ്രൊഡ്യൂസർ ഗ്യാസ്. ബേക്കിംഗ് സോഡ ഏതാണ്? NaHCO3 ഇല്ലേ. NaHCO3 ആണ് ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതും മനസ്സിലാക്കുക. മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. അലക്കുകാരം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് അലക്കുകാരം, ഇതാണ് Na2CO3 10H2. കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? വാട്ടർ ഗ്യാസ് ആണ്. അപ്പക്കാരം ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ NaHCO3 ആണ്. മാച്ച് ദ ഫോളോയിങ് പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു സെക്ഷനിൽ പഠിച്ചത്? അമോഫസ് അലോട്രോപ്സിനെ കുറിച്ചാണ് പഠിച്ചത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ നിർമ്മാണം കേട്ടോ, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ പ്രോപ്പർട്ടീസ്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എന്താണ്
ഉപയോഗങ്ങൾ കേട്ടോ, അതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക, പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ കാർബൺ മോണോക്സൈഡ് കണ്ടു. കാർബൺ മോണോക്സൈഡ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്ന ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ റീസണൊക്കെ മനസ്സിലാക്കിയിരിക്കുക. അവിടെയും യൂസസുകളൊക്കെ മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ കാർബണേറ്റിനകത്ത് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് കാർബണേറ്റുകൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് കേട്ടോ, അതും പഠിക്കുക കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ള അടുത്ത നോൺ മെറ്റൽ ആണ് നൈട്രജൻ. നമ്മളിപ്പോൾ ഹൈഡ്രജനെ കുറിച്ച് പഠിച്ചു, കാർബണെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് നൈട്രജൻ നോക്കാം. നമുക്കറിയാം നൈട്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? അന്തരീക്ഷ വായുവിൽ അല്ലെ, അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഒരു വാതകമാണ് നൈട്രജൻ. നമ്മൾ പഠിച്ചാണ്, മുന്നേ പഠിച്ചാണ് അറ്റ്മോസ്ഫിയറിലെ കണ്ടന്റുകളെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചതാണ്. അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകമാണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഓൾമോസ്റ്റ് ഒരു 78% ഒക്കെ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുണ്ട്. നൈട്രജൻ നമുക്ക് എല്ലാ ജീവനുള്ള വസ്തുക്കളിലും നൈട്രജൻ ആവശ്യമാണ്, അല്ലെങ്കിൽ ജീവനുള്ള വസ്തുക്കളിലെല്ലാം നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. അപ്പം പ്രധാനമായിട്ടും നൈട്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂലകമാണ്, അല്ലെങ്കിൽ ഒരു എലമെന്റ് ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ. മനസ്സിലായല്ലോ? അപ്പം നൈട്രജൻ ആണ് ഏറ്റവും കൂടുതൽ അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം എന്ന് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ ആണ്. അതുപോലെ തന്നെ എന്താണ് നൈട്രജൻ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക്, ഗ്രോത്തിന് കേട്ടോ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. ക്ലിയർ ആയാലോ? നോക്കാം. Nitrogen is the most abundant gas in the atmosphere. Nitrogen is present in all living beings. Nitrogen is an element that is essential for the growth of plants. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന വാതകമാണ് നൈട്രജൻ. ജീവനുള്ള വസ്തുക്കളിലെല്ലാം എന്തുണ്ട്? നൈട്രജൻ അടങ്ങിയിട്ടുണ്ട്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത് നൈട്രജൻ. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. പക്ഷേ ഈ നൈട്രജൻ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ഡയറക്റ്റ് ആയിട്ട് സസ്യങ്ങൾ അത് അബ്സോർബ് ചെയ്യില്ല, സസ്യങ്ങൾ സ്വീകരിക്കുന്നില്ല. മനസ്സിലായല്ലോ? അപ്പൊ അന്തരീക്ഷ വായുവിൽ 78% നൈട്രജൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ നൈട്രജൻ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് സസ്യങ്ങൾ അബ്സോർവ് ചെയ്യാൻ പറ്റില്ല. അതിന് കാരണം എന്ന് വെച്ചാൽ നൈട്രജൻ എന്ന് പറഞ്ഞാൽ ട്രിപ്പിൾ ബോണ്ട് ആണ് കേട്ടോ, ത്രിബന്ധനമാണ് നൈട്രജനുള്ളത്. അപ്പൊ എന്താണ്, ആ ട്രിപ്പിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈ എനർജി ആവശ്യമായിട്ടുണ്ട്. മനസ്സിലാവും? അപ്പൊ സസ്യങ്ങൾ അത്രയും ഹൈ എനർജി ബ്രേക്ക് ചെയ്തിട്ട് എന്താണ് നൈട്രജനെ അബ്സോർവ് ചെയ്യില്ല, ആഗിരണം ചെയ്യില്ല. അത് മറ്റു രീതിയിൽ ആ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടാണ് നൈട്രജനെ സസ്യങ്ങൾ എടുക്കുന്നത്. അത് മണ്ണിൽ കൂടെയാണ് സസ്യങ്ങൾ എടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നൈട്രജൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും അബൻഡന്റ് ഗ്യാസ് ആണ് അറ്റ്മോസ്ഫിയറിലെ, സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഗ്യാസ് ആണ് നൈട്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് നൈട്രജനെ നമുക്ക് സസ്യങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കില്ല, അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എത്തിക്കാൻ സാധിക്കില്ല. ക്ലിയർ ആയല്ലോ? അവിടെ നോക്കാം. അണ്ടർ നോർമൽ സർക്കംസ്റ്റാൻസസ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഈസ് ഇനോട്ട്. നോക്കാം, സാധാരണ അവസ്ഥയിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എങ്ങനെയാണ്? നിഷ്ക്രിയമാണ്, അതായത് ഇനോട്ടാണ്. അതിന് കാരണം എന്താണ്? ഞാൻ പറഞ്ഞു, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ആണ്. അവിടെ ഉണ്ടാകുന്ന ട്രിപ്പിൾ ബോണ്ടാണ്, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ടാണ്, ത്രിബന്ധനമാണുള്ളത്. അത് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് സമയം ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ടുണ്ട്. പക്ഷേ സസ്യങ്ങൾ ഡയറക്റ്റ് അത്രയും എനർജി കൊടുത്തിട്ട് ആ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല, ത്രിബന്ധനം ബ്രേക്ക് ചെയ്യാൻ സാധിക്കില്ല. മനസ്സിലാകുന്നുള്ളൂ? അതുകൊണ്ട് നോർമൽ അവസ്ഥയിൽ, സാധാരണ അവസ്ഥയിൽ അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ എങ്ങനെയാണ്? ഇനോട്ടാണ്, നിഷ്ക്രിയമാണ് കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആൻസർ നോക്കിയേ. അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഈസ് ഇനോട്ട് under normal circumstances because it has a triple covalent bond. ഉണ്ടല്ലോ, ട്രിപ്പിൾ കോവാലന്റ് ബോണ്ട് ആണ് ബിറ്റ്വീൻ ദ ടു നൈട്രജൻ ആറ്റം. ദിസ് ബോണ്ട് ഈസ് എക്സ്ട്രീംലി സ്ട്രോങ് ആൻഡ് റിക്വയർസ് എ ലാർജ് എമൗണ്ട് ഓഫ് എനർജി ടു ബ്രേക്ക്. എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി സ്ട്രോങ് ബോണ്ട് ആണ്. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണം ആ ട്രിപ്പിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യാൻ. As a result, nitrogen gas does not readily react with most substance under standard temperature and പ്രഷർ കണ്ടീഷൻസ്. അതിന്റെ ഫലമായിട്ട് നൈട്രജൻ ഗ്യാസ് ഡയറക്റ്റ് ആയിട്ട് നോർമൽ ടെമ്പറേച്ചറിലും പ്രഷറിലും ഒന്നും ഡയറക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? നിഷ്ക്രിയ സ്വഭാവം ഒന്നും ഒരു പദാർത്ഥത്തിന്റെ രാസപ്രവർത്തനങ്ങളെ പ്രതിരോധിക്കാനുള്ള പ്രവണതയാണ്. നൈട്രജൻ തന്മാത്രയിൽ രണ്ട് നൈട്രജൻ ആറ്റങ്ങൾ തമ്മിൽ ത്രിബന്ധനം വഴി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങേയറ്റം ശക്തമായ ഈ ബന്ധനം വിച്ഛേദിക്കുക എളുപ്പമല്ല. അതിനാൽ നൈട്രജൻ സാധാരണ അവസ്ഥയിൽ നിഷ്ക്രിയമായിരിക്കുന്നു. മനസ്സിലായല്ലോ? ഇനി നോക്കിയേ, വിച്ച് ഗ്യാസ് ഹെൽപ്സ് കമ്പസ്റ്റൻ? ജ്വലനത്തെ സഹായിക്കുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ അല്ലേ? ജ്വലനത്തെ സഹായിക്കുന്ന ഗ്യാസ് എന്ന് വെച്ചാൽ ഓക്സിജൻ ആണ്. ഇനി വിച്ച് ഗ്യാസ് ഹെൽപ്സ് ടു കൺട്രോൾ ദ റേറ്റ് ഓഫ് കമ്പഷൻ? ജ്വലന നിരക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്
കേട്ടോ. ജ്വലനത്തെ സഹായിക്കുന്ന വാതകം എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്സിജൻ ആണ്. ജ്വലന നിരക്കിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് നൈട്രജൻ. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജൻ ആണ് ജ്വലന നിരക്കിനെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായല്ലോ? അറ്റ്മോസ്ഫിയറിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന നൈട്രജൻ ആണെന്ന് പറഞ്ഞു. ആ നൈട്രജൻ എന്താണ്? ജ്വലനത്തെ നിയന്ത്രിക്കുവാണ്. ജ്വലനം നടക്കാൻ സഹായിക്കുന്നതാണ് ഓക്സിജൻ ആണ്. അപ്പൊ ആ ഓക്സിജൻ അറ്റ്മോസ്ഫിയറിലുണ്ട് അല്ലെ? അപ്പൊ അവിടെ നടക്കുന്ന ജ്വലനം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ജ്വലനം അല്ലെങ്കിൽ കമ്പഷനെ കൺട്രോൾ ചെയ്യുന്ന ആരാണ്? ഈ നൈട്രജൻ ഗ്യാസ് ആണ്. ക്ലിയറല്ലോ? നമ്മൾ പറഞ്ഞു നൈട്രജൻ എന്ന് പറഞ്ഞാൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള ഗ്യാസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു സസ്യങ്ങൾ എങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നില്ല. അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ത്രിബന്ധനമായതുകൊണ്ട് അത് ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റില്ല. പക്ഷെ മറ്റു ചില വഴികളിലൂടെ മണ്ണിലേക്ക് എത്തിയിട്ടാണ് സസ്യങ്ങൾ അത് അബ്സോർബ് ചെയ്യുന്നത്, ആഗിരണം ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞായിരുന്നു ആ ട്രിപ്പിൾ ബോണ്ട് അല്ലെങ്കിൽ ത്രിബന്ധനം ബ്രേക്ക് ചെയ്യണമെന്നുള്ള ലാർജ് എമൗണ്ട് ഓഫ് എനർജി ആവശ്യമായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നോർമൽ രീതിയിലുള്ള എനർജി ഒന്നും നമ്മൾ കൊടുത്താൽ ആ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യില്ല. അറ്റ്മോസ്ഫിയറിലെ നൈട്രജന്റെ ആ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുകയില്ല, അതായത് വിച്ഛേദിക്കില്ല. അതിന് ലാർജ് എമൗണ്ട് ഓഫ് എനർജി വേണം. ആ എനർജി കിട്ടുന്നത് ഒന്നെന്ന് പറഞ്ഞിരിക്കുന്നത് ഇടിമിന്നലിലൂടെയാണ്. ഇടിമിന്നലുണ്ടല്ലോ, തണ്ടർ ആൻഡ് ലൈറ്റനിങ് സംഭവിക്കുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജിയാണ് ഉണ്ടാകുന്നത്. ആ എനർജി മൂലം മനസ്സിലോ ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി അവിടെ ഉണ്ടാകുന്നുണ്ട്. ആ എനർജി മൂലം നൈട്രജൻ തന്മാത്രയില്ല ത്രിബന്ധനം ഉണ്ടല്ലോ, ട്രിപ്പിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ആവുകയും എന്ത് സംഭവിക്കും? നൈട്രജൻ ഓക്സിജനുമായിട്ട് സംയോജിക്കും. ക്ലിയർ ആയല്ലേ പറഞ്ഞത്? അതായത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ആ ട്രിപ്പിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യും. എന്നിട്ട് എന്ത് സംഭവിക്കും? നൈട്രജൻ അവിടുത്തെ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്യും. ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്നത് നൈട്രിക് ഓക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവും കേട്ടോ. നൈട്രിക് ഓക്സൈഡ് ആണ് അവിടെ ഉണ്ടാകുന്നത്. മനസ്സിലായല്ലോ? ആദ്യത്തെ സ്റ്റെപ്പ് മനസ്സിലായല്ലേ? അതാ നോക്കട്ടോ. ദ ട്രിപ്പിൾ ബോണ്ട് ദ നൈട്രജൻ മോളിക്യൂൾ ഈസ് ബ്രോക്കൺ ഡൗൺ ഡ്യൂറിംഗ് തണ്ടർ ആൻഡ് ലൈറ്റനിങ്. ആ നൈട്രജൻ കമ്പൈൻസ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം നൈട്രിക് ഓക്സൈഡ്. ക്ലിയർ ആയല്ലോ? ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ നൈട്രജൻ തന്മാത്രയിലെ ത്രിബന്ധനം വിച്ഛേദിക്കപ്പെടുകയും നൈട്രജൻ ഓക്സിജനുമായിട്ട് സംയോജിച്ച് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുകയും ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ആദ്യത്തെ സ്റ്റെപ്പ്. ഇനി ദിസ് നൈട്രിക് ഓക്സൈഡ് ദസ് പ്രൊഡ്യൂസ്ഡ് കമ്പൈൻസ് വിത്ത് മോർ ഓക്സിജൻ ടു ഫോം നൈട്രജൻ ഡയോക്സൈഡ്. ഇപ്പൊ നൈട്രിക് ഓക്സൈഡ് ഉണ്ടായെന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്ത് സംഭവിക്കും? ആ ഉണ്ടായ നൈട്രിക് ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള കൂടുതൽ ഓക്സിജനുമായിട്ട് സംയോജിച്ച് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ആയിട്ട് മാറുന്നു, അല്ലെങ്കിൽ നൈട്രജൻ ഡയോക്സൈഡ് അവിടെ ഉണ്ടാവുന്നു. ക്ലിയർ ആയല്ലോ? ഇപ്പൊ നൈട്രിക് ഓക്സൈഡ് ഉണ്ടായി, ആ നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തുണ്ടാവുന്നുണ്ട്? നൈട്രജൻ ഡയോക്സൈഡ് അവിടെ ഉണ്ടാവുന്നുണ്ട്. മനസ്സിലാവുന്നല്ലോ? ഇനി ഈ നൈട്രജൻ ഡയോക്സൈഡ്, പിന്നെ ഓക്സിജന്റെ പ്രസൻസ് അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ടല്ലോ, ഈ നൈട്രജൻ ഡയോക്സൈഡ് ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴയൊക്കെ പെയ്യുമ്പോൾ അറ്റ്മോസ്ഫിയറിൽ ഓക്സിജൻ ഉണ്ട്, അപ്പൊ മഴ പെയ്യുമ്പോൾ ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴവെള്ളത്തിലോട്ട് ലയിച്ചിട്ട് നൈട്രിക് ആസിഡ് ആയിട്ട് മണ്ണിലേക്ക് എത്തുവാണ്. HNO3 ആയിട്ട് മണ്ണിലെത്തുന്നു. മനസ്സിലല്ലോ? ആ നൈട്രിക് ആസിഡ് ആണ് മണ്ണിലുള്ള ധാതുക്കളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രേറ്റ് ലവണങ്ങളായിട്ട് മാറുന്നുണ്ട്. അതാണ് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? സ്റ്റെപ്പ് മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം എന്താണ്? ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യണം. അത് ഇടിമിന്നലും തണ്ടറൊക്കെ വരുമ്പോൾ ട്രിപ്പിൾ ബോണ്ട് ബ്രേക്ക് ചെയ്യും. എന്ത് സംഭവിക്കും? നൈട്രജൻ ഓക്സൈഡായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ആ നൈട്രിക് ഓക്സൈഡ് പിന്നെ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ഈ നൈട്രജൻ ഡയോക്സൈഡ് പിന്നെ എന്ത് സംഭവിക്കും? മഴ പെയ്യുമ്പോൾ അല്ലെ, മഴ പെയ്യുമ്പോൾ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടുണ്ടല്ലേ നൈട്രജൻ ഡയോക്സൈഡ് എന്ത് സംഭവിക്കുന്നുണ്ട്? ഓക്സിജന്റെ സാന്നിധ്യത്തിൽ മഴ പെയ്യുമ്പോൾ വെള്ളവുമായിട്ട് കൂടി ചേർന്ന് എന്തായിട്ട് മാറുന്നുണ്ട്? നൈട്രിക് ആസിഡ് ആയിട്ട് മാറുന്നുണ്ട്. ആ നൈട്രിക് ആസിഡ് മണ്ണിലേക്ക് എത്തും. മഴ പെയ്യുമ്പോൾ മണ്ണിലേക്ക് എത്തുമല്ലോ. എന്നിട്ട് ഇതാണ് അവിടുന്ന് നൈട്രേറ്റ് ലവണങ്ങളെ സസ്യങ്ങളോടെ അബ്സോർബ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നൈട്രജൻ സസ്യങ്ങളിലേക്ക് എത്തുന്നത്. അറ്റ്മോസ്ഫിയറിലെ നൈട്രജൻ ഡയറക്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു സ്റ്റെപ്പ് വഴിയാണ് നൈട്രേറ്റിൻ ലവണങ്ങൾ സസ്യങ്ങൾ വലിച്ചെടുക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി through nitrogen fixation, rhizobium bacteria in the roots of leguminous plants absorb atmospheric nitrogen and convert it into compounds that can be absorbed by the plant. അപ്പൊ നൈട്രജൻ സ്ഥിരീകരണത്തിലൂടെ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയും. പയർവർഗത്തിൽപ്പെട്ട ചെടികളുടെ വേരുകളിലെ റൈസോബിയം ബാക്ടീരിയ അന്തരീക്ഷ നൈട്രജനെ ആഗിരണം ചെയ്ത് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്നു. നൈട്രജൻ ഫിക്സേഷൻ ഉണ്ട്. അപ്പൊ അതിലൂടെ പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്ത് സംഭവിക്കും? അതിന്റെയൊക്കെ സസ്യങ്ങളുടെ വേരുകളിൽ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്.
അത് ഈ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ ആഗിരണം ചെയ്തിട്ട് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംയുക്തങ്ങളൊക്കെ ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം മനസ്സിലായല്ലോ. അപ്പൊ നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രജൻ ലവണങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്ത് സംഭവിക്കും, പയർവർഗത്തിൽപ്പെട്ട സസ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെന്താണ് അതിന്റെ വേരുകളിൽ റൈസോബിയം ബാക്ടീരിയ ഉണ്ട്, അത് അബ്സോർവ് ചെയ്യും, അന്തരീക്ഷത്തിലുള്ള നൈട്രജൻ അബ്സോർവ് ചെയ്തിട്ട് സസ്യങ്ങൾക്ക് വലിച്ചെടുക്കാൻ തരത്തിലുള്ള സംയുക്തങ്ങളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് സസ്യങ്ങളിലേക്ക് നൈട്രജൻ എത്തുന്നത്. ക്ലിയർ ആയല്ലോ? പഠിക്കുക കേട്ടോ. ഇനി സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഘടകമാണ് നൈട്രജൻ എന്ന് പറഞ്ഞു. അത് നൈട്രജൻ എത്തുന്ന മാർഗം നമ്മൾ കണ്ടു. അത് കൂടാതെ കൂടിയ അളവിൽ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മറ്റു വസ്തുക്കളൊക്കെ ചെല്ലണം, അല്ലേ? കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കുന്നത്. നമുക്കറിയാം, വളം ചെയ്യാം, അല്ലെ? ജൈവവളം കൊടുക്കാം, അതുപോലെ തന്നെ രാസവളവും കൊടുക്കാം, ഇല്ല? ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും കൊടുത്തു കഴിയുമ്പോൾ സസ്യങ്ങളുടെ വളർച്ച ഒന്നുകൂടെ എന്താണ് കൂടും, അല്ലേ? വളർച്ച കൂടിയ അളവിൽ ലഭിക്കുന്നതിനുള്ള മാർഗങ്ങളാണ് ഫെർട്ടിലൈസേഴ്സ് കൊടുക്കുന്നത്. ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. ഇനി ഈ ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നോക്കുക, എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മെറിറ്റും ഡിമെറിറ്റും ആയിട്ട് നമുക്കൊന്ന് എഴുതാം. അതിന്റെ ഗുണങ്ങളും പോരായ്മകളും കേട്ടോ, അതിന്റെ മേന്മകളും പോരായ്മകളും ഒക്കെ നമുക്ക് നോക്കാം. അതിന് നോക്കാം, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് ജൈവവളം. നമുക്കറിയാം, ജൈവവളം എന്ന് വെച്ചാൽ എക്കോ ഫ്രണ്ട്ലി ആണ്, ഇല്ലേ? പരിസ്ഥിതി സൗഹൃദമാണ്. പിന്നെ എന്താണ്, മെയിൻറ്റെയിൻ ദ ഒറിജിനൽ നേച്ചർ ഓഫ് ദി സോയിൽ, അല്ലേ? അതായത് മണ്ണിന്റെ സ്വാഭാവികത നിലനിർത്തുന്നുണ്ട്. പിന്നെ ഡിലേ ഇൻ മേക്കിംഗ് ദ ന്യൂട്രിയൻസ് അവൈലബിൾ, പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം ഉണ്ടാകുന്നുണ്ട് ജൈവവളം, ഇല്ലേ? ഇനി ഡു നോട്ട് ഡെസ്ട്രോയ് മൈക്രോ ഓർഗാനിസംസ് ഇൻ ദ സോയിൽ, സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല. സോയിലിൽ ഒരുപാട് ജീവികൾ ഉണ്ടാവിക്കുന്നത് നാശം സംഭവിക്കുന്നില്ല. പിന്നെ എന്താണ്, മോർ ക്വാണ്ടിറ്റീസ് റിക്വയർഡ്, ജൈവവളം ഇങ്ങനെ കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു. റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് പൊല്യൂഷൻ, മലിനീകരണ സാധ്യത കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജൈവവളം. പക്ഷേ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എങ്ങനെയാണ്? കൂടുതൽ വിളവ് ലഭിക്കും, ഇല്ല? കൂടുതൽ വിളവ് ലഭിക്കുന്നുണ്ട്, ഈസിലി അവൈലബിൾ ആണ്. ക്വിക്ക് സപ്ലൈ ഓഫ് ദ 3 ന്യൂട്രിയൻസ്, 3 പോഷകഘടകങ്ങൾ NPK അതൊക്കെ വേഗത്തിൽ ലഭിക്കുന്നുണ്ട്. മണ്ണിന്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നുണ്ട് ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ രാസവളം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ. പക്ഷെ അതുപോലെ തന്നെ മണ്ണിന്റെ അമ്ലത വർദ്ധിക്കുന്നുണ്ട്, മലിനീകരണം ഉണ്ടാവുന്നുണ്ട്, ഇല്ല? അപ്പം ചില കാര്യങ്ങളിൽ മെറിറ്റും ഉണ്ട്, ഗുണങ്ങളുണ്ട്, അതേസമയം അതിന്റെ പോരായ്മകളും ഉണ്ട്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സും, അല്ലേ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ടാബ്ലേറ്റ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് മെറിറ്റുകൾ. നമുക്ക് ഇങ്ങനെ മേന്മകള്, ഓർഗാനിക് ഫെർട്ടിലൈസേഴ്സ് പരിസ്ഥിതി സൗഹൃദമാണ്, അല്ലേ? അത് നമുക്ക് മെറിറ്റ് ആയിട്ട് പറയാം. പരിസ്ഥിതി സൗഹൃദമാണ്, അത് മെറിറ്റ് ആയിട്ട് പറയാം. മണ്ണിന്റെ സ്വാഭാവിക നിലനിർത്തുന്നു, അത് നമുക്ക് മെറിറ്റ് ആയിട്ട് പറയാം, അല്ലെ? മേന്മകളായിട്ട് പറയാം. പോഷകങ്ങൾ ലഭ്യമാക്കുന്നതിൽ കാലതാമസം, അതൊരു ഡിമെറിറ്റ് അല്ലേ? പോരായ്മകളല്ലേ? ഡിമെറിറ്റ് എന്ന് പറയാൻ പോരായ്മയാണ്. സൂക്ഷ്മജീവികൾക്ക് നാശം സംഭവിക്കുന്നില്ല, അതൊരു ഗുണമുള്ള കാര്യമാണ്, മെറിറ്റ് ആണ്. കൂടുതൽ അളവിൽ ഉപയോഗിക്കേണ്ടി വരുന്നു, അതൊരു ഡിമെറിറ്റ് അല്ലേ? പോരായ്മയാണല്ലോ. കൂടുതൽ അളവിൽ മലിനീകരണ സാധ്യത കുറയ്ക്കുന്നു, അതൊരു മെറിറ്റ് ആണ്. എന്താണ്, ജൈവവളം ഉപയോഗിക്കുമ്പോൾ. ഇനി രാസവളം ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വിളവ് ലഭിക്കുന്നു, ഇല്ല? കൂടുതൽ വിളവ് ലഭിക്കണം, അതൊരു മെറിറ്റ് ആണ്. ലഭ്യത കൂടുതലുമാണ്, അതും ഒരു മെറിറ്റ് ആണ്. എന്താണ്, 3 പോഷകഘടകങ്ങളും വേഗത്തിൽ ലഭിക്കുന്നുണ്ട്, അതും ഒരു മെറിറ്റ് തന്നെയാണ്. മണ്ണിന്റെ ജൈവഘടനയിൽ മാറ്റം വരുത്തുന്നു, അതെങ്ങനെയാണ്? ഡിമെറിറ്റ് അല്ലേ? ഒരു പോരായ്മയല്ലേ? മണ്ണിന്റെ അമ്ലത വർദ്ധിക്കുന്നു, അതും ഒരു ഡിമെറിറ്റ് ആണ്. മലിനീകരണം ഉണ്ടാക്കുന്നു, അതും ഒരു ഡിമെറിറ്റ് ആണ്. മനസ്സിലല്ല? അപ്പൊ ജൈവവളവും രാസവളവും ഉപയോഗിക്കുമ്പോൾ മെറിറ്റും ഉണ്ട്, അതായത് ഗുണങ്ങളും ഉണ്ട്, അതുപോലെ തന്നെ പോരായ്മകളും ഉണ്ട്. അപ്പൊ മെറിറ്റുകളും ഡിമെറിറ്റുകളും, അതായത് ഗുണങ്ങളും പോരായ്മകളും ഒക്കെ, മേന്മകളും പോരായ്മകളും ഒക്കെ ഉണ്ടെങ്കിൽ കൂടിയും അതെങ്ങനെയാണ് ശാസ്ത്രീയവും അതുപോലെ വിവേകപൂർവമായ വളപ്രയോഗമൊക്കെ നമ്മൾ എടുക്കേണ്ടതാണ്, അവലംബിക്കേണ്ടതാണെന്ന് പറയാം കേട്ടോ. കൂടുതൽ മണ്ണിന്റെ സ്വാഭാവികത നഷ്ടപ്പെടുത്തുന്ന കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക. പക്ഷെ എന്താണ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലഭ്യതയൊക്കെ കുറയും, അല്ലേ? ലഭ്യത കുറയും, അതുപോലെ എന്താണ്, ഒരുപാട് കാലതാമസമൊക്കെ ഉണ്ടാവും ലഭിക്കാൻ. അതിനുവേണ്ടി നമ്മൾ രാസവളങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൂടുതൽ ദോഷങ്ങൾ വരുത്താതെ ഉപയോഗിക്കാന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? നമുക്ക് മേന്മകളും പരിമിതികളും കൊടുത്തിട്ടുണ്ട്. ജൈവവളത്തിന്റെ മേന്മകൾ പരിസ്ഥിതി സൗഹൃദമാണ്, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, മറ്റ് ജീവജാലങ്ങളെ ദോഷകരമായി ബാധിക്കുന്നില്ല. പരിമിതികൾ എങ്ങനെയാണ്? ലഭ്യത അവിടെ കുറവാണ്, ഇല്ല? ലഭ്യത അവിടെ കുറവാണ്. പിന്നെ എന്താണ്, സംഭരണം, വിതരണം അതൊക്കെ പ്രയാസകരമാണ്. ആവശ്യ ഘടകങ്ങളുടെ അളവ് വളരെ കുറവായിരിക്കും. പരിമിതികൾ. രാസവളം ഉപയോഗിക്കുമ്പോൾ എന്താണ് മേന്മകള്? ഉപയോഗിക്കാൻ എളുപ്പമാണ്, സംഭരണം അതൊക്കെ എളുപ്പമാണ്, ഉടനടി തന്നെ അതിന്റെ ഫലം കിട്ടുകയും ചെയ്യും. പക്ഷെ പോരായ്മകൾ എന്തൊക്കെയാണ്? മലിനീകരണ സാധ്യത ഉണ്ടാക്കാം,
അതുപോലെ എന്താണ് അവയുടെ അംശം ശരീരത്തിലെത്തിയാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് അല്ലേ. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇല്ലേ ഉപയോഗിച്ച് കഴിയുമ്പോൾ, രാസവളം ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന് ഹാനികരമാണ്, മറ്റ് ജീവജാലങ്ങൾക്കും ദോഷകരമാണ്, മണ്ണിന്റെ സ്വാഭാവികതയൊക്കെ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അതായത് മണ്ണിലുള്ള സൂക്ഷ്മജീവികളൊക്കെ നശിക്കുക, അപ്പം മണ്ണിന്റെ സ്വാഭാവികതയൊക്കെ അവിടെ നഷ്ടപ്പെടും. അപ്പം ഇതുപോലെയുള്ള രണ്ട് രീതിയാണെങ്കിലും ഗുണങ്ങളും ഉണ്ട്, പോരായ്മകളും ഉണ്ട്. അപ്പൊ കൂടുതൽ ദോഷങ്ങൾ വരുത്താത്ത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക. മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ നൈട്രജന്റെ കാര്യങ്ങളാണല്ലോ പഠിച്ചു വന്നുകൊണ്ടിരുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത് നോക്കാനുള്ളത് പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജൻ. നൈട്രജന്റെ ഭൗതിക ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൗതിക ഗുണങ്ങൾ: കളർലെസ് ആണ്, ഓർഡർലെസ് ആണ്, നിറമോ മണമോ ഇല്ല. സോളിബിലിറ്റി ഇൻ വാട്ടർ ഇസ് വെരി ലോ, ജലത്തിൽ വളരെ കുറച്ച് മാത്രമേ ലയിക്കുന്നുള്ളൂ കേട്ടോ. ഡിഫിക്കൽട്ടി ടു ലിക്വിഫൈ, ദ്രവീകരിക്കാൻ അത് പ്രയാസമാണ്. വാതകമല്ലേ, അത് ദ്രവീകരിക്കാൻ അവിടെ പ്രയാസമാണ്. മനസ്സിലായല്ലോ. അപ്പൊ അതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് നൈട്രജന്. ഇനി നൈട്രജന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ യൂസസ് നമുക്ക് നോക്കാം. യൂസസ് ഓഫ് നൈട്രജൻ എന്തൊക്കെയാണ്? ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻ ഓഫ് അമോണിയ. അമോണിയ ഉണ്ടല്ലോ, അമോണിയയുടെ വ്യാവസായിക നിർമ്മാണത്തിന് നൈട്രജൻ ആവശ്യമാണ്. പിന്നെന്താണ്? ദ പ്രൊഡക്ഷൻ ഓഫ് നൈട്രോജീനിയസ് ഫെർട്ടിലൈസേഴ്സ്, നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണം. നൈട്രജൻ അടങ്ങിയ വളങ്ങൾ സസ്യങ്ങളിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? കൂടുതൽ വളർച്ച ഉണ്ടാകും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള നൈട്രജൻ വളങ്ങളുടെ നിർമ്മാണത്തിന് നൈട്രജൻ ആവശ്യമായിട്ടുണ്ട്. ലിക്വിഫൈഡ് നൈട്രജൻ ഈസ് യൂസ്ഡ് ആസ് എ റെഫ്രിജറന്റ്. ദ്രവീകരിച്ച നൈട്രജൻ ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദ്രവീകരിച്ച വാതകമാണ്, അത് ദ്രവരൂപത്തിലേക്ക് ആകുമ്പോൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്? റെഫ്രിജറന്റ് ആയിട്ട്, അതായത് ശീതീകാരിയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? ടു ഇൻഫ്ലേറ്റ് ദ ടയേഴ്സ് ഓഫ് വെഹിക്കിൾസ്, വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്നത് അല്ലെ നൈട്രജൻ അല്ലെ. ചില പമ്പുകളിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ നൈട്രജൻ ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി. അത് വാഹനങ്ങളുടെ ഒക്കെ ടയറുകളിൽ നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? ടു അവോയ്ഡ് ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ഇൻ ഫുഡ് പാക്കറ്റ്സ്, ആഹാര പാക്കറ്റുകൾ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ വേണ്ടി. ഫുഡ് പാക്കറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിൽ ഓക്സിജന്റെ സാന്നിധ്യമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നൈട്രജൻ അവിടെ ഫില്ല് ചെയ്യാറുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ ഇതൊക്കെയാണ് നൈട്രജന്റെ യൂസസുകൾ. അപ്പൊ മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ നൈട്രജനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. നൈട്രജൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമാണ് നൈട്രജൻ. പക്ഷെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് നൈട്രജൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടില്ല. അത് ലഭിക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ഇടിമിന്നൽ, തണ്ടറൊക്കെ ഇടിമിന്നലും മഴയൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? ട്രിപ്പിൾ ബോണ്ട് അവിടെ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ത്രിബന്ധനം അവിടെ വിച്ഛേദിക്കപ്പെട്ടിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്? നൈട്രിക് ഓക്സൈഡ് ആയിട്ട് മാറുന്നുണ്ട്. ആ നൈട്രിക് ഓക്സൈഡ് പിന്നെയും ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ് ഉണ്ടാകുന്നുണ്ട്. ആ നൈട്രജൻ ഡയോക്സൈഡ് പിന്നെ എന്തുമായിട്ട്? പിന്നെ ഓക്സിജനും ജലവുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്താണ്? നൈട്രിക് ആസിഡ് ആയിട്ട് മണ്ണിൽ എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ. എന്നിട്ട് നൈട്രിക് ആസിഡ് മണ്ണിലെ ധാതുക്കളുമായിട്ട് പ്രവർത്തിച്ച് നൈട്രജൻ ലവണങ്ങളെ സസ്യങ്ങളോടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് നൈട്രജൻ സസ്യങ്ങളിലേക്ക് എത്തുന്നത്. മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. പിന്നെ ജൈവവളങ്ങളെ കുറിച്ചും രാസവളങ്ങളെ കുറിച്ചും, ജൈവവളങ്ങളും രാസവളങ്ങളും ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങളും പോരായ്മകളും ഉണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. പിന്നെ എന്താണ്? നൈട്രജന്റെ പ്രോപ്പർട്ടീസ്, ഭൗതിക ഗുണങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നൈട്രജന്റെ യൂസസ്, നൈട്രജൻ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു, എന്തിനു വേണ്ടിയൊക്കെ ഉപയോഗിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കിയിരിക്കുക. ക്ലിയർ ആണല്ലോ. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് കാർബണിന്റെ അമോഫസ് അലോട്രോപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ നോൺ മെറ്റലായ നൈട്രജനെ കുറിച്ചുമാണ്. അപ്പം ഡീറ്റെയിൽ ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. കാണുക, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കട്ടെ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളൊക്കെ ഞാൻ ക്ലാസ് എടുത്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക, വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പൊ ഇതിന്റെ ബാക്കി പോർഷനൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പൊ എല്ലാവരും നല്ലോണം പഠിക്കുക. താങ്ക്